നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്പം മുമ്പ് ഇവരുടെ ചിന്താമണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞ ഭാവന എന്താണെന്ന് അറിയാമോ? നന്ദിനിയെ പോലീസ് ചോദ്യം ചെയ്തത് കസേരയുടെ കാല് കെട്ടിയിട്ടാണെന്ന്. മർദ്ദനമുറകൾ അതിഭീകരമായിരുന്നു. നിർത്തടി. അച്ഛന് നേരെ തർക്കിക്കാൻ ചെല്ലുന്നോ? നീ പറഞ്ഞ കാര്യമല്ലേ അച്ഛൻ നിന്നോട് പറഞ്ഞത്? മഹാസാഹിത്യകനായ MD വാസുദേവൻ അടുത്തിടെ പറഞ്ഞൊരു വാചകമുണ്ട്. മനുഷ്യർ എത്ര അല്പന്മാരാണെന്ന്. അന്യരെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശമായ വാർത്ത കിട്ടിയാൽ 1 മാസത്തേക്ക് അവർ ആഹാരമാക്കുമെന്ന്. നിങ്ങൾ എല്ലാവരും ഇവളെ ന്യായീകരിച്ച് സംസാരിച്ചോ? പക്ഷേ ഇവളിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടിയും നന്ദികേടും ഓർത്ത് നിങ്ങൾ എല്ലാവരും കരയും. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും. ദൈവമേ, ദൈവമേ, എന്താ മോനെ, എന്താ വിഷമിച്ച് നിൽക്കുന്ന? ഞാൻ ACP ആയിട്ടും എനിക്ക് എന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കൊണ്ട് തന്നെ അവര് മനഃപൂർവ്വം എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അതോർത്തൊന്നും എന്റെ പൊന്നുമോൻ വിഷമിക്കണ്ട. നീ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാ. നീ നിന്റെ ഡ്യൂട്ടിയാ ചെയ്തത്. എന്നാലും എന്റെ പൊന്നമ്മേ. മോനെ, ഡ്യൂട്ടിയിൽ ഒരു ക്രമക്കേടും കാണിക്കാത്തവനാണ് നീയെന്ന് ഇതോടെ എല്ലാവരും അറിഞ്ഞു. അമ്മയാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാൻ മടിക്കില്ലെന്ന് ഇതോടെ ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞില്ലേ? എന്റെ മോന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ ദൈവമായിട്ട് ഒരുക്കിയ പദ്ധതിയാണെന്ന് മാത്രം കരുതിയാൽ മതി. പോട്ടെ. ഇതിന്റെ പിന്നിൽ ആ സ്ത്രീയും രജനിയും സംവിധാനവും എല്ലാം ഇന്ദ്രജ. എന്റെ വല്യമ്മ ACPയുടെ അമ്മായി. എന്റെ അച്ഛനെ ജയിലിലിട്ട് അവരെ തല്ലിപ്പിച്ചു. ഇപ്പതാ നമ്മുടെ അമ്മയെ കുറ്റവാളിയാക്കി പോലീസ് സ്റ്റേഷനിൽ കയറ്റി. അവരെ ഞാനൊന്ന് കാണുന്നുണ്ട്. എന്റെ പൊന്നു മോളെ, നീ അവരോട് വഴക്കിനൊന്നും പോകണ്ട. വെറുതെ വിട്ട് അവർ ഇനിയും തലേ കയറും. കുറെ കാശും ചില സ്വാധീനങ്ങളും ഉണ്ടെന്ന് കരുതി എന്തു ആകാന്ന് വിചാരിക്കരുത്. ഇത്തരം ആറ്റിറ്റ്യൂഡുള്ളവരെ വീഴ്ത്തണം. അല്ലെങ്കിൽ അവര് നമുക്ക് മാത്രല്ല എല്ലാവർക്കും ശല്യമാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.